നമസ്കാരം. ജോലി ചെയ്തിട്ടും കൂലി കിട്ടാതെ പെടാപ്പാടുപെടുകയാണ് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ മാസം ചരിത്രത്തിലാദ്യമായി സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം വൈകിപ്പിച്ചുകൊണ്ട് പിണറായി സർക്കാർ പുതിയൊരു ചരിത്രം രചിക്കുകയുണ്ടായി. ഇനി അങ്ങോട്ട് ആ ചരിത്രം ആവർത്തിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി ഇത്തവണയും പല വിഭാഗങ്ങളിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വൈകിയിരുന്നു. വൈകിപ്പിച്ചു എന്നത് മാത്രമല്ല, ഇന്നും ഇമ്മാസത്തെ ശമ്പളം ലഭിക്കാതെ കഷ്ടതകൾ അനുഭവിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഇക്കൂട്ടത്തിൽ ഏറെയുണ്ട്. അവരെല്ലാം പിണറായി സർക്കാരിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ പെടുന്നവരാണ് കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലുള്ള ജീവനക്കാർ എന്നതാണ് റിപ്പോർട്ട്. അവർക്ക് മാർച്ച് മാസത്തിലെ ശമ്പളം മുടങ്ങിക്കിടക്കുകയാണ്. ശമ്പളവുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ട്രഷറിയിൽ നൽകിയെങ്കിലും അത് തിരിച്ചയക്കുകയാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. ഗ്രാമവികസനം, പഞ്ചായത്ത് നഗരകാര്യം, ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ്, LSGD, എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിങ്ങനെയുള്ള നിരവധി വിഭാഗങ്ങൾ, അതായത് ഏകദേശം 10,000-ഓളം ജീവനക്കാരുടെ ശമ്പളമാണ് ഇമ്മാസം മുടങ്ങിക്കിടക്കുന്നത്. പുതിയ ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ശമ്പള ഭരണം ചെലവുകൾക്ക് പുതിയ ഹെഡ് ഓഫ് അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ട്. അക്കൗണ്ട് ജനറൽ ഈ ഹെഡ് ഓഫ് അക്കൗണ്ടുകൾ അംഗീകരിച്ചുവെങ്കിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്നും തുടർ നടപടികൾ വൈകിപ്പിച്ചതാണ് ശമ്പളം മുടങ്ങാൻ ഇടയായതെന്നാണ് ഒരു വിഭാഗം വിശദീകരിക്കുന്നത്. അതേസമയം ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇനത്തിൽ ജീവനക്കാർക്ക് സംസ്ഥാന സർക്കാർ ഏകദേശം നൽകാനുള്ളത് 4,000-ഓളം കോടി രൂപ എന്ന റിപ്പോർട്ടും ഇതോടൊപ്പം തന്നെ പുറത്തുവരുന്നു. 2019 ജൂലൈ 1 മുതൽ 2021 ഫെബ്രുവരി 28 വരെയുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക 4 ഗഡുക്കളായി 25% വീതം 2023 ഏപ്രിൽ ഒക്ടോബർ, 2024 ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിലായി ജീവനക്കാരുടെ PF അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമെന്നതായിരുന്നു വാഗ്ദാനം. 2021 ഫെബ്രുവരിയിൽ തോമസ് ഐസക് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറക്കുകയും ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലെത്തിയതോടെ ഏത് ശമ്പള പരിഷ്കരണ കുടിശ്ശിക എന്ന മനോഭാവത്തിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇക്കാര്യത്തെ നോക്കിക്കണ്ടത്. തോമസ് ഐസക് ഇറക്കിയിരുന്ന ഉത്തരവ് കാണിച്ചു കൊടുത്തിട്ട് പോലും ബാലഗോപാലിന് യാതൊരു അനക്കവുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 3-ാം ഗഡു 1/4/2024 ലഭിക്കേണ്ടതാണ് എങ്കിലും ഇതിൽ എന്താണ് തീരുമാനം എന്നറിയാൻ ഫയൽ ധനമന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചിട്ട് 15 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെ ആ കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കാൻ ധനമന്ത്രി തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 2 ഗഡുവിന്റെ അവസ്ഥ പോലെ മരവിപ്പിക്കുമോ എന്ന ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ ജീവനക്കാർ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 3-ാം ഗഡുവും മരവിപ്പിച്ചാൽ തിരിച്ചടിയാകുമെന്ന ഭയത്താൽ ഫയൽ തുറന്നു നോക്കാതെ ഇരിക്കുകയാണ് ധനമന്ത്രി എന്നും പറയേണ്ടി വരും. അതിലൂടെയെല്ലാം ജീവനക്കാർക്ക് അവർക്ക് അർഹതപ്പെട്ട ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് നിഷേധിക്കപ്പെടുന്നതെന്ന് ധനമന്ത്രിയോ പിണറായി സർക്കാരോ ഓർക്കുന്നില്ല. ഇനി ആ 4,000 കോടി കുടിശ്ശിക തീർക്കാൻ സർക്കാർ എവിടെ നിന്നെല്ലാം കടമെടുക്കുമെന്നത് അറിയേണ്ടിയിരിക്കുന്നു. എവിടെ നിന്നെല്ലാം കടം ലഭിക്കുമെന്ന ആവലാതിയിലാണ് ധനമന്ത്രി. എന്തായാലും അതിന്റെയും കടബാധ്യത പൊതുജനത്തിന്റെ തലയിൽ തന്നെ വരും എന്നത് ഉറപ്പാണ്. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി 7 മണിക്ക് DNA ന്യൂസിൽ ഉള്ളത് പറയാം.